ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ഫോട്ടോഷൂട്ടിന് പോവുകയെന്ന്. അല്ല നില, വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയെന്ന്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. നിലേൻ്റെ ഇതാ. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങൾ ഇവിടെയുള്ളൊരു അമ്പലത്തിലാണ് പോകുന്നല്ലേ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് എത്തിയേട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നില സുന്ദരി ആയിട്ടില്ലേ നോക്കിയേ ഗൈസ്. സൺ കിസ്. ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ സമയം ഒരു 5 മണി ആയി. അപ്പം നമ്മൾ ലേറ്റാണ്. ഒരുങ്ങാൻ നിന്നുകൊണ്ട് കുറച്ച് ലേറ്റായി. നിലയെ നേരത്തെ ഒരുക്കി നിർത്തിയോണ്ട് നില പോസ്റ്റായി. ഒരു വരും നമുക്ക് ഗൈസ്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അതേ തൊണ്ടവേദന ഇപ്രാവശ്യം കൊണ്ട് ഒരു മാറ്റമില്ല. നാളെ ഒന്നുകൂടി പോയിട്ട് ഡോക്ടറെ കാണിക്കണം. അതാണ് സൗണ്ടിനൊരു വ്യത്യാസം. നിത്യേട്ടൻ ഇതാ ഇരിക്കുന്നു. നിത്യേട്ടന് മൂടില്ല. അപ്പം ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസ്, ഓക്കെ ബൈ. ഹലോ, എന്തെങ്കിലും പറയുന്നില്ല? ഹായ്, സുന്ദരി ആയിട്ടുണ്ടല്ലോ. എനിക്ക് സുന്ദരിയാണോ? പച്ചപ്പൊട്ട്, പച്ചക്കുപ്പായി, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. മറ്റന്നാളെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടാ? നല്ല ചൂടാണ് ഗൈസ്. മേക്കപ്പിൽ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. AC ഇട്ടിട്ട് നന്നായിട്ട് വിറക്കുന്നുണ്ട് ഞാൻ. നിലേൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, കാണിച്ചു കൊടുത്തത് ഗൈസിന്. ഇതെന്താണ് സാധനം? ഫോട്ടോ എടുക്കുന്നയാ? വേറെ ഫോട്ടോ എടുത്താൽ അമ്മേൻ്റെ. നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഒരു കണിക്കൊന്ന മരം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് പൂവും പറിച്ചു. എന്താ വെച്ചാൽ എന്ത് തന്നെയായാലും വിഷു ഷൂട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം കുറച്ച് കണിക്കൊന്നും ഇല്ലാതെ എന്താന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കയറി പറിച്ചു. ഇത് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ലേറ്റായി, ലൈറ്റ് ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കുറേ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏട്ടൻ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ നിലയിൽ നടന്നുകൊണ്ട് പോയി. ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടാവും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ. നിലയാണെങ്കിൽ കുറച്ചൊരു മൂഡ് ഓഫ് ആയിരുന്നു. എന്താ വെച്ചാൽ അവൾക്ക് പൊതുവേ ഇങ്ങനെ ഫ്രീ ആയി നടക്കണം. ഇങ്ങനെ ഡ്രസ്സ് ഒരുപാട് ഇട്ട് ഒരുങ്ങി അങ്ങനെ നടക്കുന്ന ഇഷ്ടമില്ലാത്തൊരു കൂട്ടാണ്. അപ്പം ഇങ്ങനെ പാവാടിയും ബ്ലൗസൊക്കെ ഇട്ട് കൊടുത്തതല്ല, അതുകൊണ്ട് അത് താല്പര്യമില്ലാണ്ട് എടുത്തിട്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയത്. ഉള്ളിൽ കയറിയ കുറച്ച് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ കുളത്തിലേക്കാണ് പോയത്. കുളം എന്ന് പറഞ്ഞാൽ വലിയ കുളമായിരുന്നു, അടിപൊളി കുളം. കുളം കണ്ടപ്പോൾ നിലക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടായി വാശി. അതിനകത്ത് ഇറങ്ങണം, കളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളെല്ലാം വിചാരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇറങ്ങിക്കൂടാ, കാലും കൈയിട്ടടിച്ച് മുങ്ങിപ്പോവും, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ഏട്ടൻ അവൾ കരഞ്ഞ് കൊയപ്പാക്കിയാലും എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയി. ആ മൂടലൊന്ന് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഫോണ് കൊടുത്തിട്ട് കുറച്ച് കാർട്ടൂൺ വെച്ച് അവിടെ ഇരുത്തി. എന്നിട്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി ഇങ്ങനെ തുടങ്ങി, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. എന്നിട്ട് പിന്നെ നില കുറച്ചൊന്ന് ശരിയായി. പിന്നെ നില വന്നു. നമ്മൾ പറഞ്ഞു നില നമുക്ക് കുറച്ചൊരു ഫോട്ടോ വീഡിയോ എടുക്കുക എന്നെല്ലാം പറഞ്ഞു ഓളെ കയ്യും കാലും പിടിച്ചിനി. എന്നാലും വേണ്ടിയില്ല, നില വന്ന് നമ്മൾ ഫോട്ടോയിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ ലൈറ്റ് പോയി. അപ്പോൾ ലൈറ്റ് പോയപ്പോൾ നമ്മൾ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അമ്പലത്തിൽ പോയതല്ലേ, ഒന്ന് തൊഴുതു ഗൈസ്. അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോവുകയെന്ന് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ. അപ്പം പ്ലം അടിക്ക്.
എപ്പോഴും മടി. ഓക്കെ ഗൈസ്, ബൈ. എപ്പോഴും